ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ പളനി യാത്രയുടെ രണ്ടാം ഭാഗമാണ് വീഡിയോയിൽ. അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയം റോട്ടിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് യാത്ര മുന്നോട്ട് പോകുന്നു. ഈ കാണുന്നതേ യാകുലമാതാവിൻ്റെ പള്ളിയാണ്. എനിക്ക് വ്യക്തമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് ഇങ്ങ് വിട്ടു പോന്നു. ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ വള്ളിയങ്കാവ് ദേവീക്ഷേത്രം. ഇത് എല്ലാവർക്കും കേട്ടുകേഴ്വിയുള്ള അമ്പലമാണ്. പണ്ട് കാലങ്ങളിൽ ഇവിടെ കുരുതി പൂജ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഇങ്ങനെ കേട്ടുകേഴ്വി ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇപ്പം അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എരുമേലി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നല്ല വ്യൂ പോയിൻറ്റുകളാണ്. ഈ പോകുന്ന വഴിയിടങ്ങളിലെല്ലാം കൈതച്ചക്കകൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കൈതച്ചക്കയുടെ സീസണാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കുട്ടിക്കാനം മുണ്ടക്കയം റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ കാണാൻ കാഴ്ചകളൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണ്. എത്ര കണ്ടാലും മതി വരത്തില്ല. കുറേ വീഡിയോസൊക്കെ എടുത്തു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കമൻറ്റിൽ അറിയിക്കണേ ഇഷ്ടമായെങ്കിൽ. അക്കരെയാണെങ്കിൽ അരുവി പോലെ എന്തൊക്കെയോ കാണാം, വെള്ളച്ചാട്ടം. മഴ സമയങ്ങളിൽ ഇതുവഴി വരുന്നവർ ഒരമണിക്കൂറെങ്കിലും ഇവിടെ ചിലവഴിക്കാതെ പോകാറില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയും വെള്ളച്ചാട്ടമാണ്. ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് വെള്ളവും കുറവാണ്, ആളും കുറവാണ്. തള്ളയും കുഞ്ഞുമായി കുറേ കുരങ്ങന്മാർ. മഞ്ഞ കളർ ചെത്തുമ്പോഴകം മഞ്ഞയാണോ? നല്ല കളറായിരിക്കും. കേട്ടോ, എങ്ങനെയാ കിലോ? 3 കിലോ. ചെവി അടങ്ങും. നമ്മളിങ്ങനെ കയറ്റം കയറി വരുമ്പോഴേ ആന്നാണ്. കരിക്കങ്ങ് താഴെയുണ്ട്. ഇല്ല, ഞങ്ങൾ താഴെ കണ്ടായിരുന്നു. പക്ഷെ താഴെ ഞങ്ങളെന്താ വളരെയോളം കയറുന്നത്. ഇവിടെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഈ മഴയാവട്ടെ നല്ല ജ്യൂസാണേ, നല്ല ജ്യൂസാണ്. മറ്റേ കുരുമുളക് പൊടി കൈതച്ചക്ക ഇതേപോലെ ചെത്തി മേടിച്ചിട്ടുണ്ട്, ഉപ്പും മുളക് പൊടിയും ഇട്ട്. ഇതിനി പോകുന്ന വഴിയിൽ കഴിക്കാം. മധുരമുണ്ട്, കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഇനി അടുത്ത ഭാഗമായി കാണാം. ഓക്കെ, ബായ്.